നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. അമ്പാടി തന്നിലൊരു ഉണ്ണിയുണ്ടങ്ങനെ മനസ്സിലെ തൂവെണ്മയായി ധർമ്മയുദ്ധത്തിന് സാരഥിയായി സ്നേഹത്തിന്റെ ഗോവർദ്ധനമുയർത്തിയ വേദാന്തസാരം ശ്രീകൃഷ്ണൻ. നാടും നഗരവും അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി. കുട്ടനാട് പാക്കേജ് അവസാനിച്ച വിവരം കൊടിക്കുന്നിൽ സുരേഷ് ജനരോഷം ഭയന്ന് മറച്ചുവെച്ചതാണെന്ന് കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് KS രാജൻ. പാക്കേജിനാര് മൃതസഞ്ജീവനി നൽകും? കുട്ടനാട് പാക്കേജ് പുനരുജ്ജീവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സത്യാഗ്രഹം രാമങ്കരിയിൽ. വാർത്തകൾ വിശദമായി. ഇരുട്ടറയിൽ ഇരുമ്പഴിക്കുള്ളിൽ പിറന്ന ശ്രീകൃഷ്ണ മഹാത്മ്യത്തെക്കാൾ വിലപ്പെട്ട ഒരു സ്വാതന്ത്ര്യഗാഥയില്ല. കുചേലന്റെ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും അർജുനന്റെ ധർമ്മസങ്കടങ്ങളുടെയും പാഞ്ചാലിയുടെ നിസ്സഹായാവസ്ഥയും തിരിച്ചറിഞ്ഞ ഈ ദേവസതീർത്ഥ്യത്തെക്കാൾ മഹനീയമായി മറ്റെന്തുണ്ട്? നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു. അഷ്ടമി രോഹിണി ദിനത്തിൽ നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. കൃഷ്ണസ്മരണകൾ പിച്ചവെച്ച അമ്പാടിയായി മാറി നാടും നഗരവും. വെളിയനാട് അമ്പാടി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മഹാശോഭായാത്ര നല്ലൂത്രക്കാവ് ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു. 6 അടി പൊക്കത്തിൽ നിർമ്മിച്ച ശ്രീകൃഷ്ണന്റെയും രാധയുടെയും പ്രതിമകൾ ശോഭായാത്രയ്ക്ക് മിഴിവേകി. അമ്മൻകുടം, തൂക്കം, ചെണ്ടമേളം തുടങ്ങിയവയും കൊഴുപ്പേകി. തലവടി പനയന്നർക്കാവിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്ര ചക്കുളത്തുകാവിൽ സമാപിച്ചു. ചമ്പക്കുളം പൊയ്ക്കാരംകുളത്ത് നിന്ന് ആരംഭിച്ച ശോഭായാത്ര പഴിപ്പുരക്കൽ ക്ഷേത്രത്തിലും കാവാലത്ത് നടന്ന പരിപാടി പള്ളിയറക്കാവ് ക്ഷേത്രാങ്കണത്തിലും സമാപിച്ചു. കുട്ടനാട്ടിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി 100 കണക്കിന് ബാലികാ ബാലന്മാരാണ് ഉണ്ണികൃഷ്ണന്റെയും രാധയുടെയും വേഷം ധരിച്ച് ശോഭായാത്രയിൽ പങ്കെടുത്തത്. പൊങ്ങ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലും ശോഭായാത്ര നടന്നു. വൈശ്യഭാഗം വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശോഭായാത്ര SNDP ഗുരുമന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച് ഇടക്കാട് ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു. നെടുമുടിയിൽ നടന്ന യാത്ര കളരിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കൊട്ടാരം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലും സമാപിച്ചു.
തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. തോട്ടുപാത്തല ബാലഗോകുലത്തിന്റെ മഹാശോഭായാത്ര കൈനകരി മേക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. ജനരോഷം ഭയന്നാണ് ഇലക്ഷന് മുൻപ് കുട്ടനാട് പാക്കേജ് അവസാനിച്ച വിവരം UDF സർക്കാർ പുറത്തുവിടാതിരുന്നത്. പാക്കേജ് 2 വർഷം മുൻപ് അവസാനിച്ച വിവരം കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് അറിയാമായിരുന്നുവെന്നും കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് KS രാജൻ. ഇടത് വലത് മുന്നണികളാണ് പാക്കേജ് അട്ടിമറിച്ചതെന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ പരാമർശം ജനരോഷം തനിക്ക് നേരെ ഉയരാതിരിക്കുവാനുള്ള അടവ് വിദ്യയാണ്. MP എന്ന നിലയിൽ പാക്കേജിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നുവെന്ന് വിശ്വസിക്കുവാൻ കഴിയില്ലെന്നും KS രാജൻ പറഞ്ഞു. കുട്ടനാട് പാക്കേജ് UPA സർക്കാരിന്റെ കാലത്ത് തന്നെ അവസാനിച്ചെങ്കിൽ ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടനാട് പാക്കേജ് പുനരുജ്ജീവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കർഷക പ്രതിനിധികളുടെ കർഷക സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു KS രാജൻ. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നമ്മുടെ ബഹുമാനായിട്ടുള്ള നമ്മുടെ ഈ മാവേലിക്കര പാർലമെന്റ് MP അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം പറയുകയുണ്ടായി, കുട്ടനാട് പാക്കേജ് തകരാനുള്ള കാരണക്കാർ ഇവിടുത്തെ ഇടതു വലതു മുന്നണികളാണ്. അദ്ദേഹം ഒരു മുന്നണിയുടെ ഭാഗമാണ്. എങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ പറയാനായിട്ടുള്ള ഒരു സാഹചര്യം കാണിച്ചിരിക്കും. അതെന്താ അതിന്റെ പിന്നിലുള്ള വികാരം എന്ന് എനിക്ക് മനസ്സിലാവും. ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കുട്ടനാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അത്രത്തോളം വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നേരത്തെ തന്നെ അത് മൂടി വെച്ചിരുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ പറയാമെന്നുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MPയോട് വലിയൊരു വിരോധം ജനങ്ങൾക്കുണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ 2 മുന്നണികളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമാണ്. MPക്കും ആ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പാർലമെന്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ജനപ്രതിനിധിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് അവിടെ അന്വേഷിക്കാമായിരുന്നു. ഈ കാര്യങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അവിടെ ചർച്ച ചെയ്യാമായിരുന്നു. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈ കുട്ടനാട്ടിൽ വന്നിട്ട് ഇവിടെ മന്ത്രി നടത്തിയതായിട്ടുള്ള കൃഷി മന്ത്രി പോയതായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം താറാവറച്ചി കഴിക്കാനായിട്ട് കുട്ടനാട്ടിൽ വന്നതൊക്കെ പറയും പ്രസ്താവന നമ്മൾ കണ്ടത്. അപ്പൊ അതിന്റെ പേരിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു മൽപ്പിടുത്തം നടത്തുകയും യഥാർത്ഥത്തിൽ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. കുട്ടനാട് പാക്കേജ് പുനരുജ്ജീവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സത്യാഗ്രഹം സംഘടിപ്പിച്ചു. 2012 ജൂലൈ കേന്ദ്ര സർക്കാർ നിർത്തിവെച്ച പാക്കേജിന്റെ സമയപരിധി ദീർഘിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാമങ്കരി PSD ഗ്രൌണ്ടിലാണ് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. കുട്ടനാട് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സമുദായ സാംസ്കാരിക നേതാക്കൾ, കർഷക സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. 2008 ജൂലൈ 24 കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകി 2010 സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്താരംഭിച്ച കുട്ടനാട് പാക്കേജിന്റെ പ്രവർത്തനം 2012 ജൂലൈയിൽ കാലാവധിക്ക് മുൻപ് അവസാനിപ്പിച്ച മുൻ കേന്ദ്ര സർക്കാർ നടപടി പ്രതിഷേധാർഹമാണ്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പാക്കേജിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കണമെന്നും കർഷക സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫാദർ തോമസ് പീലിയാനിക്കൽ പറഞ്ഞു. ഒരു സ്പെഷ്യൽ കുട്ടനാട് പാക്കേജ് ഈ ഗവൺമെന്റിന്റെ വകയായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. ഈ സ്പെഷ്യൽ കുട്ടനാട് പാക്കേജിനകത്ത് വരുന്നത് കുട്ടനാടിന് എന്നും നിരന്തര ശാപവും കർഷകരുടെ കണ്ണീരുമായ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുവാനും കൃഷി സുരക്ഷിതമാക്കുവാനും സഹായിക്കുന്ന ഒരു കുട്ടനാട് പാക്കേജാണ് മോദി സർക്കാരിന് മുമ്പിലേക്ക് നമ്മൾ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. അത് സംസ്ഥാന ഗവൺമെന്റിന് അനുവാദവും സമ്മതം വേണം. പക്ഷെ നമ്മളൊരു നിർദ്ദേശം വെക്കുക. ഈ നിർദ്ദേശം അങ്ങനെ ആദ്യം ഈ പാക്കേജ് കുട്ടനാട് പാക്കേജ് നിർദ്ദേശം ഇങ്ങനെയാണ് പോയത്. സംസ്ഥാന ഗവൺമെന്റിന് മുമ്പിലും കേന്ദ്രത്തിന് മുമ്പിൽ MPമാരെ കൊണ്ടും പാർലമെന്റ് ഒരേ സമയത്ത് അവതരിപ്പിച്ചു. അങ്ങനെയാണ് അന്ന് ശരത് പവാർ കൃഷിമന്ത്രി ഇവിടെ വന്നത്. അതുപോലെ ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ സമ്മതത്തോടുകൂടി അനുവാദത്തോടുകൂടി പുതിയ കേന്ദ്ര ഗവൺമെന്റ് അനുഭാവപൂർവ്വം നമ്മളെ രക്ഷിക്കുമെന്ന ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ആദ്യ ഭാഗം എന്ന് പറയുന്നത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുകയും പരിസ്ഥിതി സംരക്ഷിക്കുകയും ചെയ്യുക. ഇതിന് പ്രാധാന്യം കൊടുക്കുക. പഴയ പാക്കേജ് ഉള്ളത് തന്നെ. അതിനകത്ത് 5 കാര്യങ്ങളാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്. പഴയത് തന്നെ 1 തണ്ണീർമുക്കം ബണ്ടിന്റെ പൂർത്തീകരണവും നവീകരണവും, 2 തോട്ടപ്പള്ളി സ്പിൽവേയുടെ നവീകരണം, 3 AC കനാൽ പൂർത്തീകരിക്കുകയും പാലങ്ങളെല്ലാം ഉയർത്തിപ്പണിത് തടസ്സങ്ങൾ നീക്കിയും അത് നവീകരിക്കുക. മനസ്സിലായല്ലോ? പാലങ്ങളെല്ലാം ഉയർത്തിപ്പണിത്
ഇതിലേപോലെ ഗതാഗതം വരണം, ജലഗതാഗതം വരണം. ടൂറിസം ഇന്ന് ഏറ്റവും വലിയ സാധ്യതയാണ്. പാക്കേജിന്റെ വീഴ്ചകളെക്കുറിച്ചും പ്രവർത്തനത്തിലെ അഴിമതിയെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജോർജ് മുല്ലക്കര, വിജയൻ, ഔസേപ്പച്ചൻ ചെറുകാട്, ജോസി കുര്യൻ, പുതുമന ജോർജ് പാറപ്പള്ളി, വെളിയനാട് മാത്തച്ചൻ എന്നിവർ സംസാരിച്ചു. കൂട്ടുകാരികൾക്കായി കൂട്ടുകാരുടെ സ്വപ്നക്കൂടൊരുങ്ങി. കൂട്ടുകാരി സെറീനയ്ക്കും സ്നേഹയ്ക്കുമായി കൂട്ടുകാർ ഒന്നിച്ചപ്പോൾ സ്നേഹവീട് യാഥാർത്ഥ്യമായി. സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നടന്നു. ചമ്പക്കുളം ഫാദർ തോമസ് പൊയൂർക്കര സെൻട്രൽ സ്കൂളിലെ കുട്ടികളുടെ കൂട്ടായ്മയാണ് കയറി കിടക്കാൻ വീടില്ലാതിരുന്ന കൂട്ടുകാരികൾക്ക് സ്നേഹഭവനം ഒരുക്കിയത്. 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മാമ്പഴക്കരി വാലയിൽ വീട്ടിൽ സെറീന വർഗീസ് സഹോദരിയും UKG വിദ്യാർത്ഥിയുമായ സ്നേഹ വർഗീസിനുമായാണ് സൌഹൃദങ്ങൾ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകിയത്. സ്കൂൾ കുട്ടികൾക്കൊപ്പം അധ്യാപകരും PTA-യും സ്കൂൾ മാനേജ്മെന്റും ഒന്നിച്ചു ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 6.5 ലക്ഷം രൂപ ചെലവിട്ടാണ് സ്നേഹഭവനം പൂർത്തിയാക്കിയത്. ഇതിനായി 2014 ജനുവരിയിൽ സ്കൂളിൽ നടത്തിയ ഫുഡ് ഫെസ്റ്റിൽ നിന്നും പണം കണ്ടെത്തിയിരുന്നു. CMI സഭയുടെ സ്ഥാപകനായ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷത്തിൽ തന്നെ ഈ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ മാങ്ങാട്ട് പറഞ്ഞു. സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മം മുൻ സ്കൂൾ മാനേജറായ ഫാദർ പോൾ താമരശ്ശേരിയും മാനേജർ ഫാദർ ജോസ് കോനാട്ടും ചേർന്ന് നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ മാങ്ങാട്ട്, രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ, പഞ്ചായത്ത് അംഗം സുശീല ബാബു, PTA പ്രസാദ് A പ്രസാദ്, ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോജി, വൈസ് പ്രസിഡന്റ് ജോപ്പൻ ജോയി, ജോസഫ് ചേക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ അടുത്ത് വരുന്ന നവംബർ 23-ാം തീയതി ലോകത്തിന്റെ മുമ്പിൽ 2 ഇരട്ട പുണ്യങ്ങളാണ് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നത്. വാഴ്ത്തപ്പെട്ട ചാവറയച്ചനും ഏപ്രാസ്യാമയും. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ്. 2 വ്യക്തികളാണ് ഇവര്. ഇവരുടെ പുണ്യ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമുണ്ട്. ഈ നാട്ടിൽ കൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ചാവറയച്ചൻ. നമുക്കാർക്കും പഴയകാല ചരിത്രത്തിന് അപ്പുറത്ത് കണ്ടെത്താൻ സാധ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകളിലേക്ക്. കുട്ടനാട് പാക്കേജിന്റെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രാപ്പകൽ സമരം ഈ മാസം 22-ന് നടക്കും. 22 മുതൽ 24 വരെ 55 മണിക്കൂർ സമരമാണ് നടക്കുക.
കുട്ടനാട് പാക്കേജ് 2012 തന്നെ അവസാനിച്ചെന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ സാഹചര്യത്തിൽ കുട്ടനാട് പാക്കേജിന്റെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ടാണ് രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത്. കുട്ടനാടൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ജില്ലകൾ എന്ന നിലയിൽ പത്തനംതിട്ട, കോട്ടയം കളക്ടറേറ്റിന് മുന്നിലാണ് സമരം നടക്കുക. 22-ാം തീയതി രാവിലെ 10-ന് മങ്കമ്പ് കുട്ടനാട് പാക്കേജ് ഓഫീസിന് മുന്നിൽ കേരള കർഷക സംഘം പ്രസിഡന്റ് ഇ പി ജയരാജൻ സമരം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ പങ്കെടുക്കും. അഷ്ടമി രോഹിണി ദിനത്തിൽ ആറന്മുളയിൽ നടന്ന വള്ളസദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് പുരാതനവും പ്രശസ്തവുമായ ആറന്മുള വള്ളസദ്യ നടക്കുന്നത്. 51 കരക്കാർക്കായാണ് വള്ളസദ്യ സംഘടിപ്പിക്കുന്നത്. എല്ലാ കരക്കാരും പള്ളിയോടങ്ങളിലെത്തി സദ്യയുണ്ണും. തുടർന്ന് ഭക്തജനങ്ങൾക്കും വിഭവസമൃദ്ധമായ സദ്യയുണ്ടായി. 501 പറ അരിയുടെ സദ്യയാണ് നടത്തിയത്. 300 പാചകക്കാർ 3 ദിവസം ഉറക്കമിളച്ചാണ് സദ്യയൊരുക്കിയത്. ആധ്യാത്മിക പ്രഭാഷണ രംഗത്തെ നിറസാന്നിധ്യമായ ഉഷ സുരേഷ് കുമാർ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തു. ചെറുതന പഞ്ചായത്ത് ഇലവന്താനം പള്ളിവാതിക്കൽ റോഡിന്റെയും കരുവാറ്റ കെ വി ജെട്ടി തൂക്കുപാലത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് പാലവും റോഡും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഇന്ന് ആയാപറമ്പ് കുറ്റിയിൽമുക്ക് ഇലവന്താനം പള്ളിവാതിക്കൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഈ റോഡ് വളരെ കാലമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു റോഡാണ്. ഈ റോഡ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ 79.29 ലക്ഷം രൂപ, അപ്പോൾ ഏകദേശം 80 ലക്ഷം രൂപയുടെ മുടക്കാണ് ഈ റോഡിനുള്ളത്. ചെറുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ചന്ദ്രൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോൺ തോമസ്, കെ എം രാജു, ശ്രീദേവി രാജൻ, ഇന്ദിരാമ്മ ടീച്ചർ എന്നിവർ സംസാരിച്ചു. നെടുമുടി 18 നമ്പർ SNDP ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്ര നിർമ്മാണ ശിലാസ്ഥാപനം നടന്നു. ക്ഷേത്രം തന്ത്രി വാരനാട് രഞ്ജിത്ത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ശിലാസ്ഥാപന കർമ്മം നടന്നത്. ശശിധരൻ പള്ളാത്ത് ശിലാസ്ഥാപനം നിർവഹിച്ചു. ശരണം ക്ഷേത്രം സ്ഥപതി തിരുവിഴ ഗോപാലനാചാര്യയുടെ സാന്നിധ്യത്തിലായിരുന്നു കർമ്മം നടന്നത്. ശാഖായോഗം പ്രസിഡന്റ് PN പ്രഭാകരൻ, വൈസ് പ്രസിഡന്റ് C മാധവൻ, സെക്രട്ടറി KG മധുസൂദനൻ, PT പൊന്നപ്പൻ, P സലിംകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് നിരവധി ഭക്തജനങ്ങൾ സന്നിഹിതരായിരുന്നു. രാമങ്കരി 7-ാം നമ്പർ SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ പഠന കേന്ദ്രം ആരംഭിച്ചു. ഈശ്വരീയത ദൈവദശകത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സുകുമാരൻ കാരാഞ്ചേരിൽ ക്ലാസ് നയിച്ചു. ബൈജു പുളിമൂട്ടിൽ അധ്യക്ഷനായി. ചരമവാർത്തകൾ. പുളിങ്കുന്ന് കപ്പാമൂട്ടിൽ കാഞ്ഞിക്കൽ കുഞ്ചറിയ ജോർജ് നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തായങ്കരി പുതുവേലിൽ PV കറുത്തകുഞ്ഞ് 70 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. തിരുവല്ല മേപ്രാൾ ചേമ്പിലകം വീട്ടിൽ ഔസേഫ് ജോയ് നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 2-ന് സ്വർഗീയ വിരുന്ന് ചർച്ച് സെമിത്തേരിയിൽ. കിടങ്ങറ കിഴക്കേ പുളിവേലിൽ ലക്ഷ്മിയമ്മ 94 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 11-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ, മനസ്സിലെ തൂവെണ്മയായി ധർമ്മയുദ്ധത്തിന് സാരഥിയായി സ്നേഹത്തിന്റെ ഗോവർദ്ധനമുയർത്തിയ വേദാന്തസാരം ശ്രീകൃഷ്ണൻ. നാടും നഗരവും അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി. കുട്ടനാട് പാക്കേജ് അവസാനിച്ച വിവരം കൊടിക്കുന്നിൽ സുരേഷ് ജനരോഷം ഭയന്ന് മറച്ചുവെച്ചതാണെന്ന് കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് KS രാജൻ.
പാക്കേജിന് ആര് മൃതസഞ്ജീവനി നൽകും? കുട്ടനാട് പാക്കേജ് പുനരുജ്ജീവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സത്യാഗ്രഹം രാമങ്കരിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.